എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പിൻ്റെ 147-ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഒരിക്കൽ പ്രസിദ്ധ സാഹിത്യകാരനായ ഫ്രെഡറിക് ഡഗ്ലസ് ഇങ്ങനെ പറഞ്ഞു, ഇഫ് ദർ ഈസ് നോ സ്ട്രഗിൾ ദർ ഈസ് നോ പ്രോഗ്രസ്. ഒന്നുകൂടെ പറയട്ടെ, ഇഫ് ദർ ഈസ് നോ സ്ട്രഗിൾ ദർ ഈസ് നോ പ്രോഗ്രസ്. ഫ്രെഡറിക് ഡഗ്ലസ് പറഞ്ഞ ഒരു വാചകമാണ്, വളരെ പ്രസിദ്ധമായൊരു വാചകം. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് സ്ട്രഗിളുകളില്ലെങ്കിൽ, പ്രയാസങ്ങളില്ലെങ്കിൽ, പ്രതിസന്ധികളില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ അഭിവൃദ്ധി കുറവായിരിക്കും, അല്ലെങ്കിൽ അഭിവൃദ്ധി ഇല്ലാതിരിക്കും, പ്രോഗ്രസ് ഇല്ലാതിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ വിജയത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വഴിയാത്രയിൽ, ജീവിതയാത്രയിലുള്ള സ്ട്രഗിളുകളാണ്. പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ സ്ട്രഗിളുകൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ, പ്രതിസന്ധികൾ കാണുമ്പോൾ ഭയന്ന് വിറച്ച് മാറി നിൽക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ വിജയിച്ചവരുടെ കഥകൾ നോക്കുമ്പോൾ, അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഇതുപോലുള്ള സ്ട്രഗിളുകൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ, ഭയപ്പെടുത്തലുകളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനമായി തീർന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾക്കും പറയുവാനുള്ളത്, ഇഫ് ദർ ഈസ് എനി സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് ഇടയായിത്തീരുന്ന ചില സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചവിട്ട പാതകളാണ് ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ട്രഗിൾ എന്നോർത്ത് അത് അഭിമുഖീകരിക്കുവാനുള്ള ദൈവിക ശക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് അമേരിക്ക പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വൻതോതിൽ സൈന്യത്തെയും ആയുധത്തെയും എത്തിക്കുന്നതായി വാർത്തകളുണ്ട്. വൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നതെന്ന് ലോക രാജ്യങ്ങൾ ആരോപിക്കുന്നു. ഹോർമീസ് കടലിടുക്കിൽ സംഘർഷം തുടരുകയാണ്. അതേസമയം തന്നെ ഇറാൻ അമേരിക്കയുടെ യുദ്ധ സന്നാഹങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് തൊട്ടയൽ രാജ്യങ്ങളായിരിക്കുന്ന കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിന്മേൽ ഉള്ള പ്രതിരോധവും തുടരുകയാണ്. പല പ്രാവശ്യം കുവൈറ്റ് എയർപോർട്ട്, അതുപോലെ തന്നെ ബഹ്റൈൻ എയർപോർട്ടൊക്കെ പല പ്രാവശ്യം അടയ്ക്കുവാൻ തക്കുമ്പടിയായി തീർന്നു. ഇപ്പോഴും വ്യോമ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും കുവൈറ്റിൽ നിന്നും ബഹ്റൈനിൽ നിന്നും പോകുന്ന വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. തുടരെ മിസൈലുകൾ ഇറാനിൽ നിന്ന് അയക്കുന്നത് ഗൾഫ് മേഖലയിലുള്ള ജീവിതത്തെ ദുസ്സഹമാക്കുന്നതായി ഗൾഫ് മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. പൂർണ്ണമായോ ഭാഗികമായോ വ്യോമ ഗതാഗതം വെട്ടിച്ചുരുക്കിയതായിട്ടാണ് അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യയിലും അമേരിക്കയിലുമൊക്കെ ഗ്യാസിൻ്റെ വില വീണ്ടും വർദ്ധിച്ചു. വീണ്ടും ഒരു യുദ്ധ സമാനമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പശ്ചിമേഷ്യൻ ഭാഗങ്ങളെല്ലാം സമാധാനമുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ CJP എന്ന പുതുതായി യുവജനങ്ങളുടെ മുന്നേറ്റം കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും പ്രതിപക്ഷ പാർട്ടിയുടെയും നടത്തുന്ന സമരം പലയിടത്തും അക്രമാസക്തരായതായി റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകളും തുടർന്ന് പരീക്ഷ റദ്ദാക്കുകയും അതിനെ തുടർന്ന് ആ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തതാണ് വിദ്യാർത്ഥികളെ പ്രകോപിതരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമാനതകളില്ലാതെ ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിൽ നടക്കുന്നെന്നാണ് ഇന്ത്യയിലെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
ഗാന്ധി മാർഗ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ധർണ ഇരിക്കുകയും സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിൽ സമാനതകളില്ലാത്ത അസ്വസ്ഥത പടരുന്ന ഈ സമയത്ത് സമാധാനമുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 21ാമത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നോർത്ത് അമേരിക്കയിലെ ഫാമിലി കോൺഫറൻസ് ഇന്നലെ ആരംഭിച്ചു. ഊസ്റ്റണിലാണ് ഈ വർഷത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് AGIFNAയുടെ സമ്മേളനം നടക്കുന്നത്. ജൂലൈ 26 ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടുകൂടെ സമ്മേളനം സമാപിക്കും. കൺവീനർ റവറൻ തോമസ് എബ്രഹാം, സെക്രട്ടറി പാസ്റ്റർ ജോമോൻ ഗീവറീസ് എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള സഭാ നേതാക്കന്മാർ വിവിധ സെഷനുകളിൽ ദൈവവചനം സംസാരിക്കും. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസ് യോഗം കഴിഞ്ഞ ശനിയാഴ്ച ജൂലൈ 18 ശനിയാഴ്ച എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടന്നു. പാസ്റ്റർ ജോൺ ഡി കുര്യൻ നേതൃത്വം കൊടുത്തു. പാസ്റ്റർ അനീഷ് കാവാലം മുഖ്യ പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തെ കേൾക്കുന്നതിനുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ മാസ് യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേർന്നത്. IPC ഹെബ്രോൺ സഭയുടെ VBS നടന്നു വരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച VBS നാളെ ശനിയാഴ്ച സമാപിക്കും. പാസ്റ്റർ PC മാമൻ VBS ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ മുതിർന്നവർക്കുള്ള ബൈബിൾ ക്ലാസ്സുകൾ നടത്തി വരുന്നു. സിസ്റ്റർ മിനി ജോൺസൺ ഫോക്കസ് ഗ്രൂപ്പിന് നേതൃത്വം നൽകി. സെലിബ്രേഷൻ ചർച്ചിൻ്റെ VBS അടുത്ത ബുധനാഴ്ച മുതൽ ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 1 വരെ സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ ലീഡ് പാസ്റ്റർ സാംസൺ സാബു അറിയിച്ചു. ഓഗസ്റ്റ് മാസം 1 ഗർണിൽ വെച്ച് നടക്കുന്ന പിക്നിക്കിനോടുകൂടിയാണ് ഈ വർഷത്തെ VBS സമാപിക്കുന്നത്. വൈകിട്ട് 5:30 മണിക്ക് VBS ആരംഭിക്കും. 8 മണി വരെയാണ് VBS സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് നടക്കുന്നത്. IPC ഹെബ്രോൺ സഭയുടെ വാർഷിക കൺവെൻഷൻ ഓഗസ്റ്റ് 6 മുതൽ 9 വരെ നടക്കുമെന്ന് പാസ്റ്റർ PC മാമൻ അറിയിക്കുന്നു. ഈ ആനുവൽ കൺവെൻഷനിൽ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ മുഖ്യ പ്രാസംഗികനായിരിക്കും. മാറാനാഥ കൺവെൻഷൻ എല്ലാ വർഷവും നടത്തി വരുന്ന മാറാനാഥ കൺവെൻഷൻ ഈ വർഷം ചിക്കാഗോയിൽ ഓഗസ്റ്റ് 28 മുതൽ 30 വരെ നടക്കുമെന്ന് മാറാനാഥ പ്രയർ ഫെലോഷിപ്പിൻ്റെയും കൺവെൻഷൻ്റെയും കൺവീനർ ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു. സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചാണ് ഈ വർഷത്തെ കൺവെൻഷൻ നടക്കുന്നത്. ബ്രദർ സുധീർ കുറുപ്പ് എന്ന ദൈവദാസനാണ് ഈ വർഷത്തെ കൺവെൻഷനിൽ മുഖ്യ പ്രാസംഗികനായി എത്തുന്നത്. ഒരു മരണ വാർത്ത ഖേദപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നു. ചിക്കാഗോ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി സഭാംഗമായ ബെൻ ടി ചെറിയാൻ്റെ സഹോദരൻ ചെറിയാൻ TC 70 വയസ്സ് കേരളത്തിൽ കുമിളിയിൽ വെച്ച് നിര്യാതനായി. സംസ്കാരം ജൂലൈ 24 കേരളത്തിൽ നടക്കും. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കുള്ള ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും ദുഃഖവും ഈ സമയത്ത് അറിയിക്കുന്നു. ചിക്കാഗോ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 11ാമത്തെ പ്രസിഡൻ്റായി ഡോക്ടർ റിക് മെൽസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓഗസ്റ്റ് 17 അദ്ദേഹം ചുമതലയേറ്റെടുക്കും. കഴിഞ്ഞ 7 വർഷം പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ മൈക്ക് ജോബ് സ്ഥാനമൊഴിയുന്ന സ്ഥലത്തേക്കാണ് ഡോക്ടർ റിക് മെൽസൺ ചുമതലയേൽക്കുന്നത്. ഡോക്ടർ റിക് മെൽസൺ ഇപ്പോൾ മിസൗറിയിലെ സൗത്ത് വെസ്റ്റ് ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. നിരവധി പേർ വേദപഠനം നടത്തുന്ന മൂഡി ബൈബിൾ കോളേജിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 11ാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ റിക് മെൽസനെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മൂഡി ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഈ സമയത്ത് ക്ഷണിക്കുന്നു. പാസ്റ്റർ റെജി ഇമ്മാനുവൽ സംഗീതം നൽകി ചിക്കാഗോയിലെ ഗായകർ സംഘടിപ്പിച്ച സംഗീത പരിപാടി ജൂലൈ മാസം 19 ഞായറാഴ്ച നൈറ്റ്സിൽ വെച്ച് നടന്നു. ഗായകരായിരിക്കുന്ന ജോയ്സ്, ഡാനിസൺ, സജി, സിസ്റ്റർ ഷൈനി, കേരൾ, ഫ്രിജിൽ എന്നിവർ വിവിധ ഗാനങ്ങൾ ആലപിച്ചു. പാസ്റ്റർ ക്ലാരൻസ് മാത്യു സയോൺ ക്രിസ്ത്യൻ ചർച്ചിലെ ഇംഗ്ലീഷ് വിഭാഗം ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായി നിയമിതനായി. ഇംഗ്ലീഷ് വിഭാഗം സഭയുടെ സീനിയർ പാസ്റ്റർ സാം എബ്രഹാം അറിയിച്ചതാണ് ഈ വിവരം. സയോൺ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മലയാള വിഭാഗം സീനിയർ പാസ്റ്ററായി പാസ്റ്റർ സണ്ണി മാത്യു പ്രവർത്തിക്കുന്നു. എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് മലയാളം സെഷനും ഇംഗ്ലീഷ് സെഷനും നടത്തപ്പെടുന്നത്. വിവിധ രാജ്യക്കാർ സമ്മേളിക്കുന്ന ഇംഗ്ലീഷ് സെഷൻ്റെ പാസ്റ്ററായിട്ടാണ് ക്ലാരൻസ് മാത്യുവിന് നിയമനം ലഭിച്ചിരിക്കുന്നത്. ഡാളസ് പെനിയൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററായി പാസ്റ്റർ ജിജോ ലാസർ ചുമതലയേറ്റു. ജൂലൈ 12 സീനിയർ പാസ്റ്റർ ഏബ്രഹാം തോമസ് അദ്ദേഹത്തിൻ്റെ നിയമന പ്രാർത്ഥന നടത്തി ഔദ്യോഗികമായി അദ്ദേഹം ചാർജ് ഏറ്റെടുത്തു.
ഡാളസ് IPC ടാബർനക്കിൾ സഭയുടെ സീനിയർ ശുശ്രൂഷകനായി പാസ്റ്റർ ജേക്കബ് മാത്യു ചാർജ് ഏറ്റെടുത്തു. ജൂലൈ മാസം 12-ന് സ്ഥാനമൊഴിയുന്ന പാസ്റ്റർ KP മാത്യു പ്രത്യേക പ്രാർത്ഥന നടത്തി. ദീർഘകാലം ഫ്ലോറിഡയിലെ ഒർലാൻഡോ IPC സഭയുടെ സീനിയർ പാസ്റ്ററായിരുന്നു പാസ്റ്റർ ജേക്കബ് മാത്യു. കഴിഞ്ഞ 5 വർഷം പാസ്റ്റർ KP മാത്യു ഡാളസ് IPC ടാബർനക്കിൾ സഭയുടെ പാസ്റ്ററായി ശുശ്രൂഷിച്ചിരുന്നു. പുതുതായി സ്ഥാനമേറ്റെടുത്ത ദൈവദാസന്മാർക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം അവരുടെ പുതിയ വേലസ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനും സുശേഷകനുമായ ബ്രദർ JC ദേവ് വാർദ്ധക്യ സഹജമായ ക്ഷീണനിമിത്തം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായി അവിടെ നിന്നുള്ള വാർത്തകളിൽ പറയുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ എത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുവാനുള്ള നിയമവശങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി പറഞ്ഞു. എന്നാൽ അമേരിക്കയിലെ ഒരു സ്ഥലത്ത് വെച്ചും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയില്ല എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. UN അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ സെപ്റ്റംബർ മാസത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തുന്നത്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹ സമ്പൂർണ്ണമായ ഒരാഴ്ച ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറഞ്ഞു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Change, 'cause you had my heart when you called my name. With my eyes on you, it will be okay. I will roll with you. I know through it all, you're a friend to me. If I start to fall, you're the one I need. I believe that you will never, ever, never leave. That's the kind of love that you have for me.